ഡയറി മേക്ക് ഓവറിൻ്റെ പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒട്ടിച്ചെടുത്ത പേപ്പറിന് മേടിക്കാൻ ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാൽ അത് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സെല്ലോ ടേപ്പ് അതിൻ്റെ മേളിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഫ്രണ്ടും ബാക്കും സൈഡും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ അൺഈവൻ ആയിട്ടായിരുന്നു ഇരുന്നത്. അത് ഞാൻ വാഷിംഗ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് വൃത്തിയാക്കി എടുത്തത്. പിന്നെ ആ വാഷിംഗ് ടേപ്പ് ആ കളർ തീമായിട്ട് ഒട്ടും മാച്ചല്ല. ബട്ട് സാരമില്ല, നമ്മുടെ കയ്യിൽ അതേ ഉള്ളൂ. അപ്പം നമ്മളത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് വാഷിംഗ് ടേപ്പ് ഒട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു. ചെറുതായിട്ടൊന്നും ചോര വന്നു, ബട്ട് വിഷയമില്ല. നമ്മളത് ഒട്ടിച്ച് കൊടുത്തു. ഇനിയാണ് മെയിൻ പരിപാടി. ഇനി അതിൻ്റെ ഫ്രണ്ട് ഒന്ന് അലങ്കരിക്കണം. ഈ കാണുന്ന പെട്ടിയിലാണ് എൻ്റെ അൽക്കുലത്ത് സാധനങ്ങളെല്ലാം. അതായത് ഏതെങ്കിലും പേപ്പറോ സ്റ്റിക്കേഴ്സോ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തിട്ട് വെക്കും. കാണുന്ന നോട്ട് ഞാൻ എന്തിനു യൂസ് ചെയ്യണം എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഇത് ഞാൻ എടുത്തുകൊണ്ട് വരുമ്പം എൻ്റെ മനസ്സിൽ ഡ്രോയിങ്ങും സ്കെച്ചിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം എന്നായിരുന്നു. പക്ഷേ അതിനു വേണ്ടി മാത്രം, അതായത് ഡ്രോയിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ 2 ബുക്ക് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇതിൽ നമുക്ക് തോന്നുന്നത് ചെയ്യാം. ലൈക്ക് ഇപ്പം നമുക്ക് ജേർണലിങ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ജേർണലിങ് ചെയ്യാം. ഇതിനകത്ത് നമുക്കിപ്പോൾ സ്കെച്ചസ് ചെയ്യാനാണ് തോന്നുന്നത്, ഡ്രോയിങ് ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ നമുക്കതും ചെയ്യാം. അങ്ങനെ പിന്നെ ഇതിൽ ഫ്രണ്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നതിൽ എല്ലാ കളറും ഉള്ളത് കൊണ്ട് ഏത് കളർ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഒന്ന് ചെയ്തെടുക്കണം എന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചു. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഒന്ന് തപ്പിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ തീമിലെത്തിയത്. യെല്ലോ ആൻഡ് റെഡ് മെയിൻ ഫോക്കസ് കൊടുത്തിട്ട് പിന്നെ കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വെക്കണം എന്നുള്ളൊരു ഐഡിയയിൽ എത്തുന്നത്. പിന്നെ അതിൻ്റെ നടുക്ക് ഒരു വൈറ്റിൽ ഞാൻ വൺസ് അപ്പോൺ എ ലൈഫ് ടൈം എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വരച്ച റോസാപ്പൂ തെറ്റിപ്പോയി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഫൈനലി ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഡയറിയുടെ ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.